പാകിസ്ഥാൻ ഇപ്പോൾ ഒരു കണ്ടക ശനിയുടെ ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം പാകിസ്ഥാൻ വടി കൊടുത്ത് അടി ചോദിച്ചു വാങ്ങുന്നു. അതായത് ഇന്ത്യ പല പ്രാവശ്യം പാകിസ്ഥാനോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഭീകരവാദം എല്ലാം തന്നെ അപ്പാടെ തള്ളി പറഞ്ഞുകൊണ്ട് വന്നാൽ നിങ്ങൾക്ക് വെള്ളം ഉൾപ്പെടെയുള്ള ഒരു മാനുഷികമായ സഹായം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നെന്ന്. പക്ഷേ പാകിസ്ഥാൻ ഭീകരവാദത്തെ തള്ളി പറയാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ബന്ധവും വച്ചു പുലർത്തുന്നില്ല. ഇപ്പോൾ അടുത്തത് പാകിസ്ഥാനിൽ നിന്ന് തന്നെ ബലൂചിസ്ഥാൻ പാകിസ്ഥാന് കണക്കിന് കൊടുക്കുന്നുണ്ട്. ബലൂചിസ്ഥാന്റെ അടികൊണ്ട് പാക് സൈന്യം ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ ഓടി ഒളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇതാ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന് കടുത്ത ഒരു മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് സഹിക്കുന്നതിനെല്ലാം ഒരു പരിധി ഉണ്ടെന്നാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പ് നൽകിയത്. ഇനി പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം അഫ്ഗാനിസ്ഥാനിലേക്ക് നടത്തിയാൽ തിരിച്ച് പാകിസ്ഥാന്റെ തലമണ്ട അടിച്ചു പൊളിക്കുന്ന തരത്തിലുള്ള ഒരു ആക്രമണം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് നടത്തും എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ നൽകിയിട്ടുള്ളത്. അതായത് അഫ്ഗാനിസ്ഥാനെതിരായ ഏതൊരു ആക്രമണത്തിനും കടുത്ത മറുപടി നൽകുമെന്ന് അഫ്ഗാൻ താലിബാൻ പ്രതിരോധ മന്ത്രി മുല്ല മുഹമ്മദ് യാക്കൂബ് മുജാഹിദ് പറഞ്ഞിരിക്കുകയാണ്. അതായത് അഫ്ഗാനിസ്ഥാനിൽ ഇനി ഒരു ആക്രമണം നടന്നാൽ അത് പാകിസ്ഥാൻ നടത്തിയ ആക്രമണമാണ് എന്ന് നമ്മൾ വിചാരിക്കും. ആ രീതിയിൽ നമ്മൾ തിരിച്ച് പാകിസ്ഥാനിലിട്ടായിരിക്കും നമ്മൾ ഇനി അടുത്ത ആക്രമണം നടത്താൻ പോകുന്നത് എന്നൊരു മുന്നറിയിപ്പാണ് താലിബാൻ പ്രതിരോധ മന്ത്രി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. പാകിസ്ഥാനും അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മുജാഹിദ് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയത്. ഏതൊരു ആക്രമണത്തോടും അളന്നു മുറിച്ച് നിശ്ചയദാർഢ്യത്തോടെ താലിബാൻ പ്രതികരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമായിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനെതിരായ ഏതൊരു സൈനിക നടപടിക്കും പാകിസ്ഥാൻ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രണ്ട് അയൽ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി തുടരുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരമേറ്റതിന്റെ 5ാം വർഷം ആഘോഷിക്കുന്ന വേളയിലാണ് ഈ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന് നേരെ നൽകിയിട്ടുള്ളത്. തങ്ങളുടെ പ്രദേശത്തിനും പരമാധികാരത്തിനും നേരെയുള്ള ഭീഷണികളോട് അഫ്ഗാനിസ്ഥാൻ പ്രതികരിക്കുമെന്നും രാജ്യത്തിന്റെ നേതൃത്വം ആവർത്തിച്ചു പറയുകയാണ്. അതിർത്തി കടന്നുള്ള സുരക്ഷ, തീവ്രവാദ പ്രവർത്തനങ്ങൾ, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലെ സൈനിക നടപടികൾ എന്നിവയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തുടരുന്നതിനിടെയാണ് ഈ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ താലിബാൻ നൽകിയിട്ടുള്ളത്. 2026 ഫെബ്രുവരി അവസാനത്തോടെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം തുറന്ന യുദ്ധമായി മാറിയിരിക്കുകയാണ്. തന്റെ പ്രദേശത്തിനുള്ളിൽ നടന്ന തീവ്രവാദി ആക്രമണങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി. ഈ ആക്രമണങ്ങൾ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ നടത്തിയതാണെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. അഫ്ഗാൻ അതോടൊപ്പം തന്നെ താലിബാൻ ഈ ഗ്രൂപ്പിന് അഭയം നൽകുന്നത് നിഷേധിക്കുകയും അതിർത്തി ആക്രമണങ്ങളോടെ തിരിച്ചടിക്കുകയും ചെയ്തു. ഇത് വ്യാപകമായ സൈനിക ഇടപെടലുകൾക്കും ഒരു പ്രധാന കാരണമായി മാറി. TTP-യെ പാകിസ്ഥാൻ താലിബാൻ അഫ്ഗാൻ മണ്ണിൽ നിന്ന് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ നടത്താൻ അഫ്ഗാൻ താലിബാൻ അനുവദിക്കുന്നുവെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട്. അഫ്ഗാൻ താലിബാൻ ഈ ആരോപണങ്ങൾ പൂർണ്ണമായി തന്നെ അവർ നിഷേധിക്കുകയാണ്. TTP സാന്നിധ്യം പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നമാണെന്നും ഇസ്ലാമാബാദ് തങ്ങളുടെ പരമാധികാരം ലംഘിക്കുകയാണെന്നും താലിബാൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. 2670 കിലോമീറ്റർ ദൈർഘ്യമുള്ള കൊളോണിയൽ കാലത്തെ അതിർത്തിയായ ഡ്യൂറൽ ലൈൻ തർക്കത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിന്റെ സാധ്യത ഔദ്യോഗികമായി അംഗീകരിക്കാൻ അഫ്ഗാൻ സർക്കാർ വിസമ്മതിക്കുന്നുണ്ട്. പ്രാദേശിക ചലനാത്മക മാറുന്നതനുസരിച്ച് കർഷണം വർദ്ധിച്ചു. കൂടാതെ ISI പോലുള്ള മറ്റ് സജീവ ഗ്രൂപ്പുകളെ കുറിച്ചുള്ള സുരക്ഷാ ആശങ്കകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പാകിസ്ഥാനുള്ളിൽ ആഭ്യന്തര ഭീകരാക്രമണങ്ങൾ രൂക്ഷമായതിനെ തുടർന്നാണ് ഇസ്ലാമാബാദ് 2026 ഫെബ്രുവരിയിൽ കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ ലക്ഷ്യമിട്ടുള്ള ഒരു വ്യോമാക്രമണം നടത്തിയത്. തിരിച്ചടിയായുള്ള അതിർത്തി വെടിവെപ്പും അതോടൊപ്പം തന്നെ സൈനിക കൈമാറ്റങ്ങളും കാരണം പാകിസ്ഥാന്റെ പ്രതിരോധ നേതൃത്വം തുറന്ന യുദ്ധം പ്രഖ്യാപിക്കാൻ നിർബന്ധിതരായി. പോരാട്ട നഗരങ്ങളിലേക്കും തന്ത്രപ്രധാനമായ മേഖലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ അതായത് താലിബാൻ തമ്മിലുള്ള ഒരു പ്രധാനമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇവർ പ്രധാനമായി പിണങ്ങാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടനയുമായുള്ള ബന്ധവും അതിർത്തി തർക്കങ്ങളുമാണ് പ്രധാനമായ ഒരു കാരണം. അഫ്ഗാനിസ്ഥാൻ മണ്ണിൽ നിന്ന് പാകിസ്ഥാനെ TTP നടത്തുന്ന ഭീകരാക്രമണങ്ങൾക്ക് തടയിടാൻ കാബൂളിലെ താലിബാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. എന്നാൽ ഇത് പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നമാണെന്നും തങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നിരക്കാത്ത സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്നാണ് താലിബാന്റെ നിലപാടിലേക്ക് നിൽക്കുന്നത്. കൂടാതെ താലിബാൻ ഇന്ത്യയെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനെ കയറി അടിക്കാൻ താലിബാൻ ഒരു കൊട്ടേഷൻ കൊടുത്താലും താലിബാൻ അത് കൃത്യമായി തന്നെ വൃത്തിക്ക് ചെയ്തു തരുമെന്നുള്ളത് മറ്റൊരു കാര്യമാണ്.